നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ പോളിംഗ് ആണ്. 2021 75.27% പോളിംഗ് ഇത്തവണ 81.51% കുതിച്ചുയർന്നു. 6% വോട്ടിംഗ് ശതമാനമാണ് വർദ്ധിച്ചത്. മണ്ഡലത്തിൽ പ്രകടമായ ശോഭാ സുരേന്ദ്രൻ തരംഗത്തിന്റെ വ്യക്തമായ സൂചനയായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ കുടുക്കാൻ ശ്രമിച്ച അതേ കുടിലതന്ത്രമാണ് പാലക്കാടും ആവർത്തിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടിനായി പണം നൽകിയെന്ന ഇല്ലാക്കഥ മെനയാൻ പല പ്രമുഖ ചാനലുകളും കിണഞ്ഞു ശ്രമിച്ചു. അത്യന്തം ആക്രമണ മനോഭാവത്തോടെ ശോഭയെ വേട്ടയാടിയ ഈ മാധ്യമങ്ങൾ അവരെ അയോഗ്യയാക്കുമോ എന്ന രീതിയിലുള്ള അടിസ്ഥാനരഹിതമായ ചർച്ചകൾ വരെ സംഘടിപ്പിച്ചു. എന്നാൽ പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടിയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ ഈ ഗൂഢാലോചനയെ നിമിഷങ്ങൾക്കുള്ളിൽ പൊളിച്ചടക്കി. കളക്ടർ അയച്ച ഫ്ലൈയിങ് സ്ക്വാഡിന് മുന്നിൽ പണം കിട്ടിയെന്ന് ആരോപിക്കപ്പെട്ട വയോധിക സത്യം തുറന്നു പറഞ്ഞു. തനിക്ക് ആരും പണം നൽകിയിട്ടില്ലെന്നും ആരോപിതയായ സ്ത്രീയുമായി അത്തരമൊരു ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കിയതോടെ കള്ളങ്ങൾ പൊളിഞ്ഞു വീണു. പ്രഥമ ദൃഷ്ട്യാ ശോഭാ സുരേന്ദ്രൻ തെറ്റുകാരിയല്ലെന്ന് കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയതോടെ ഇടത് വലത് മുന്നണികളുടെയും മാധ്യമങ്ങളുടെയും ദുഷ്ടലാക്ക് പരാജയപ്പെട്ടു. ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തിയായ വനിതാ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യാൻ നടത്തിയ ഈ നീക്കം പാലക്കാട്ടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ശോഭയെ ഇത്രത്തോളം ക്രൂരമായി വേട്ടയാടുന്നത് കണ്ടുനിന്ന വീട്ടമ്മമാരും വയോധികരും ശോഭയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തി. പോളിംഗ് ശതമാനത്തിലുണ്ടായ 6% വർധനവ് ശോഭയോടുള്ള ഈ ആദരവും അതിൽ സ്നേഹവും സഹതാപവും ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. പാലക്കാട്ട് കോട്ട പിടിച്ചെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പോരാട്ടം കണ്ട് വിറളി പൂണ്ട ഭരണകൂടവും മാധ്യമങ്ങളും അവസാന അടവെന്ന നിലയിലാണ് ഇത്തരം കള്ളക്കേസുകൾ പടച്ചുവിട്ടത്. വിജയിച്ചു വന്നാലും ശോഭയെ കേസുകളിൽ കുടുക്കിയിടുക എന്ന ദുഷ്ടബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം. എന്നാൽ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ ബാലറ്റിലൂടെ ഈ മാധ്യമ വേട്ടയാടലിന് തക്കതായി മറുപടി നൽകി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് നടന്നു കയറുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്ന് ഉറപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന പോളിംഗ് കണക്കുകൾ.